ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് മഹാരാജ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു പിഴവ് പറ്റിയിട്ട് ഞാൻ ആ റിവ്യൂ അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. എനിവേ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയ് സേതുപതി അഥവാ മക്കൾ സെൽവൻ എന്ന നടൻ്റെ 50ാമത്തെ സിനിമയാണ് മഹാരാജ. സോ അതെന്തായാലും അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടാവും. അതുപോലെ കുരങ്ങ് ബൊമ്മൈ എന്ന സിനിമ നിങ്ങളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള നിതിലൻ സ്വാമിനാഥനാണ് മഹാരാജ എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. സോ കുരങ്ങ് ബൊമ്മയിലേക്ക് ആദ്യം ഒന്ന് പോവാം. ഒരു സിമ്പിൾ പ്ലോട്ട്, പക്ഷേ അതിൻ്റെ ഡെപ്ത് വളരെ വലുതാണ്. അങ്ങനെ ഒരു സിനിമയുടെ മേക്കറാണ് രണ്ടാമത് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത് എന്ന് കണ്ടപ്പോൾ തന്നെ ഈ സിനിമ കാണണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. കാരണം കുരങ്ങ് ബൊമ്മൈ അത്രയും മികച്ച ഒരു സിനിമകളിൽ ഒരെണ്ണമാണ്. അത് കണ്ടു നോക്കുക. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ഇനി നേരെ നമുക്ക് മഹാരാജയിലേക്ക് വരാം. ഒരു തിരക്കഥ എന്ന് പറയുമ്പോൾ ആ തിരക്കഥയായിരിക്കണം ആ സിനിമയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതിന് കെട്ടുറപ്പുണ്ടെങ്കിൽ ആ സിനിമ പൂർണ്ണമായും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാജ എന്ന സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ സിനിമയുടെ തിരക്കഥയാണ്. നിതിലൻ സ്വാമിനാഥൻ തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരം. അതായത് ഒരു ചെറിയ കഥാ പശ്ചാത്തലത്തെ വളരെ കിടിലമായിട്ട് വളരെ ഗംഭീരമായിട്ട് എഴുതി ഫലിപ്പിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ വളരെ മുന്നിലാണ്. സോ ഈ സിനിമയുടെ ഒരു ഇന്റർവൽ പഞ്ചിന് കൊണ്ടുവന്ന് നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കാണ് ടോട്ടലി ഒരു ഓഡിയൻസിൻ്റെ കിളി പാറുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഈ സിനിമയുടെ ഡെപ്ത് വളരെ കൂടി വരികയാണ്. അതായത് ഒരു സാധാരണ പ്രേക്ഷകന്റെ അഡ്രിനാലിൻ റഷ് കൂട്ടാൻ എങ്ങനെ സാധിക്കും, അത് വളരെ കൃത്യമായിട്ട് എഴുതി അതിനെ ഫലിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് 100% അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. 100 അതിനേക്കാൾ കൂടുതൽ ശതമാനം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം അത്രയും മികച്ച എഴുത്താണ്. ഇനി ഈ സിനിമയിലെ മറ്റൊരു പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർഫോമൻസ് ആണ്. വിജയ് സേതുപതി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിടക്കാലത്ത് വെച്ച് പല സിനിമകളിലേക്കും തലവെച്ച് തൻ്റെ കരിയറിൽ തന്നെ വളരെ മോശം സിനിമകൾ ചെയ്തു എന്നുള്ള ലേബലിൽ വിജയ് സേതുപതി ഒന്ന് അടിച്ചു താഴ്ത്തപ്പെട്ടു. പക്ഷേ ഈ 50ാമത്തെ സിനിമ അദ്ദേഹത്തിന്റെ ഒരു വൻ തിരിച്ചുവരവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കഥ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ആദ്യമേ വിജയിച്ചു കഴിഞ്ഞു. അതിനെ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ള തൻ്റെ ധർമ്മം വളരെ കൃത്യമായി ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൻ്റെ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്താവോ അത് വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്. അതിന് യാതൊരു മാറ്റവും വരുത്താതെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്ത് പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് മഹാരാജ എന്ന കഥാപാത്രത്തെ പ്ലേസ് ചെയ്യുന്നു. മകളുടെ കഥാപാത്രമുണ്ട്, കുട്ടിയുടെ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഏരിയ അത് വളരെ നന്നായിട്ട് ആ കുട്ടിയും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് അഭിരാമി, അതുപോലെ തന്നെ അനുരാഗ് കശ്യപ്, പിന്നീട് മുനീഷ് കാന്ത്, അങ്ങനെ തുടങ്ങി നല്ല ഒരു താരനിര ഈ സിനിമയിലേക്കുണ്ട്. ഇതിൽ മറ്റൊരു മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുരാഗ് കശ്യപിൻ്റെ ആണ്. ഒപ്പം മമത മോഹൻദാസ്, മുനീഷ് കാന്ത് പോലുള്ളവരുടെ പെർഫോമൻസുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അനുരാഗ് കശ്യപിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ളൊരു കഥാപാത്രം നമ്മൾ ഇമയ്ക്കാ നൊടികളിൽ കണ്ടിട്ടുണ്ട്. സോ അതിന് ഉപരി മറ്റൊരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ലിയോയിൽ എനിക്ക് ചെറിയൊരു കഥാപാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വളരെയധികം ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. ബട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ത്രൂ ഔട്ട് കഥാപാത്രമാണെങ്കിൽ പോലും ഒരു കൊടൂര വില്ലൻ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കാൻ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അഭിരാമിയുടെ നല്ല ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മമതയുടെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും ഈ സിനിമയിൽ ഇല്ല എങ്കിൽ പോലും അവരും ത്രൂ ഔട്ട് പലയിടങ്ങളിലും വന്നു പോകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് മഹാരാജ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു കുപ്പത്തൊട്ടി മോഷണം പോകുന്നു. അതോടുകൂടി തൻ്റെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. അദ്ദേഹം ആ കുപ്പത്തൊട്ടിയുടെ അന്വേഷണം ആരംഭിക്കണം. മോഷണം പോയത് കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതോടുകൂടി കഥാപശ്ചാത്തലം മൊത്തത്തിൽ മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകന്റെ മൈൻഡിനെ വളരെയധികം ത്രസിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥാപറച്ചിലാണ്. ഇടയ്ക്ക് ചിരിപ്പിക്കാനും അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് ഇമോഷണൽ ആക്കാനും അതിനും അപ്പുറത്തേക്ക് നമ്മളെ ഒന്ന് ഭീതിപ്പെടുത്താനും കഥയ്ക്ക് ഗംഭീരമായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഒരു 2-3 സെക്കൻഡ് ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും.
അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയിലത്. അതുപോലെ തന്നെ വയലൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫി വളരെ ഗംഭീരമാണ്. ആർട്ട് വർക്കുകളിൽ ചിലയിടങ്ങളിൽ ഒരു പാളിച്ച ശ്രദ്ധിച്ചു, പക്ഷെ അതൊരു വലിയ സംഭവമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും നമുക്കത് മനസ്സിലാവുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളി ഒരു ഐറ്റമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോകനാഥ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കും ഈ സിനിമയ്ക്ക് വളരെയധികം ഒരു മുതൽക്കൂട്ടാണ്. ചില ഇടങ്ങളിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നതും വളരെ അടിപൊളിയായിട്ടാണ്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ മികച്ചു നിന്നതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പ്രേക്ഷകനെ ഒട്ടും ബോറടിപ്പിക്കാതെ എന്നാൽ വളരെയധികം എൻഗേജ് ചെയ്യിപ്പിച്ച് ഒരു ഗംഭീര ബ്ലാസ്റ്റാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. സോ ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. ഇത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിതിൻ സ്വാമിനാഥന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓരോ പ്രേക്ഷകരുടെയും മുഖത്ത് കാണുന്ന സാറ്റിസ്ഫാക്ഷനും. സോ തീർച്ചയായിട്ടും ഇൻഷോട്ട് മല്ലൂര് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ ഉണ്ടാവുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും